ഹലോ മൈ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ലൊരു സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ആദ്യം ചട്ടിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഉലുവ ഇടുക, പിന്നെ കടുക് പൊട്ടിക്കുക. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക. ആ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ വേപ്പില, പിന്നെ നല്ല കാന്താരി, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അത് ഇടുമ്പോൾ തന്നെ നമ്മുടെ മൂക്ക് നല്ല സ്മെല്ല് വരും കേട്ടോ. അത് ഒരു കളറ് മാറിന ശേഷം അത് ഇളക്കുക, നന്നായിട്ട് ഇളക്കുക. ആ വേപ്പിൻ്റെ എല്ലൊക്കെ വാടണം, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് ഇത്തിരി കൊടംപുളി ഉപ്പിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇത്തിരി നീര് ഒഴിച്ച് കൊടുക്കുക. നീര് ഒരു 2 കപ്പ് ഒഴിച്ച് കൊടുക്കുക. 2 കപ്പ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് തക്കാളി, കുനുകുനാന്ന് വരുന്ന തക്കാളി, പച്ചമുളക് കീറിയിടുക. എന്നിട്ട് അതും ഇളക്കിയതിന് ശേഷം നമ്മുടെ കൊടംപുളി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കൊടംപുളി ഇടുക. വെള്ളം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്നിട്ട് അതിലേക്ക് കുറച്ച് കൊടംപുളി ഇടുക. കൊടംപുളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മൾ നല്ല മണം ഉണ്ടാവും കേട്ടോ. ഈ നീരാകുമ്പോൾ തന്നെ നല്ല മണം ഉണ്ടാവും. പിന്നെ ഞാൻ എടുത്തിക്കണ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക മത്തിയാണ്. ഞാനിവിടെ എടുത്ത അയിലയാണ്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇടാം. അപ്പോൾ അയിലക്കറിയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇത്തിരി ഉപ്പ്. നേരത്തെ തന്നെ ഉപ്പിടാത്തത് ആ കൊടംപുളിൻ്റെ നീരക്ക് അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പും പുളി നോക്കിയിട്ടാണ് നമ്മൾ ഉപ്പിടേണ്ടത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ കാണാം. ബൈ. കുറിച്ച് പറയാൻ